അടുത്ത നമ്മളുമായി മലപ്പുറത്തെ വാർത്തകളുമായി അനുമോദാണ് ചേരുന്നത്. അനുമോദ്, കരിപ്പൂർ വിമാനത്താവളത്തിൽ ഇന്ന് പുലർച്ചെ 3:30 ഇറങ്ങേണ്ട സലാലയിൽ നിന്നുള്ള സലാം എയർ കനത്ത മഴയെ തുടർന്ന് കൊച്ചിയിലേക്ക് വഴി തിരിച്ചുവിടേണ്ട ഒരു സാഹചര്യമുണ്ടായി. ഇതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയാണ് അവിടെ നിന്നുള്ള കൂടുതൽ വിശദാംശങ്ങൾ അനുമോദ്? ഇന്നലെ രാത്രി മുതൽ തുടരുന്നുണ്ട്. പല മേഖലയിലും താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളക്കെട്ട് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അനിഷ്ട സംഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. കനത്ത മഴയിൽ കരിപ്പൂർ വിമാനത്താവളത്തിൽ ഇറങ്ങേണ്ട ഇന്ന് പുലർച്ചെ 3:30 ഇറങ്ങേണ്ടിയിരുന്ന സലാലിൽ നിന്ന് സലാം എയർ കൊച്ചിയിലേക്ക് വഴി തിരിച്ചു വിട്ടിട്ടുണ്ട്. നിലവിൽ മഴ തുടരുന്നുണ്ടെങ്കിലും വിസിബിലിറ്റിക്ക് കുഴപ്പമില്ലാത്തതിനാൽ മറ്റ് വിമാനങ്ങളൊക്കെ വരും മണിക്കൂറുകളിൽ ഇറങ്ങാനുള്ള സാധ്യത തന്നെയാണ് കാണുന്നത്. പക്ഷേ മഴ തുടരുകയാണെങ്കിൽ, കനത്ത മൂടൽമഞ്ഞുണ്ടെങ്കിൽ ഇത് മറ്റു വിമാനങ്ങളെയും ബാധിക്കും. നിലവിൽ എല്ലാ മേഖലയിലും നല്ല മഴ ഇന്നലെ രാത്രി മുതൽ മലപ്പുറം ജില്ലയിൽ ലഭിക്കുന്നുണ്ട്. നദികളൊക്കെ അപകടകരമായ നിലയിലേക്ക് ജലനിരപ്പ് ഉയർന്നിട്ടില്ലെങ്കിലും മുൻകരുതൽ നടപടികൾ എന്ന നിലയ്ക്ക് അവധി ഇത് എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും പ്രഖ്യാപിച്ചിട്ടുണ്ട്. നിലവിൽ അനിഷ്ട സംഭവങ്ങൾ എവിടെയും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. പക്ഷേ മഴ തുടരുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. ശരി, CV അനുമോദാണ് നമ്മളുമായി കൂടുതൽ വാർത്തകൾ നൽകിയത്. അടുത്തതായി നമ്മളുമായി ചേരുന്നത് ആസാദ്, കോഴിക്കോട് എന്നുള്ള വാർത്തകളുമായി ആസാദ് ചേരുകയാണ്. തീർച്ചയായും കോഴിക്കോട് ജില്ലയിൽ ഒക്കെ മഴ പെയ്താൽ നമുക്ക് പലപ്പോഴും ഏറെ ഭയമുണ്ടാവാറുണ്ട്. ഇപ്പോൾ കോഴിക്കോട് എന്താണ് അവസ്ഥ? മഴക്കെടുതി എത്രത്തോളം രൂക്ഷമാണ്? വേറെ എന്തെങ്കിലും അപകട സാധ്യതകൾ അവിടെ നിന്ന് ഉയരുന്നുണ്ടോ ആസാദ്? കോഴിക്കോട് ജില്ലയിൽ ഇപ്പോൾ ശക്തമായ മഴയാണ് പെയ്യുന്നത്. നഗരത്തിലും മലയോര മേഖലയിലുമെല്ലാം ശക്തമായ മഴ തുടരുകയാണ്. ഇപ്പോഴും കോഴിക്കോടിന്റെ താമരശ്ശേരി മേഖലകളിൽ ഈങ്ങാപ്പുഴയിൽ ദേശീയപാതയിൽ വെള്ളം കയറി എന്നാണ് അറിയാൻ കഴിയുന്നത്. ആംബുലൻസുകളൊക്കെ വരുമ്പോൾ നോക്കിയിട്ട് പറഞ്ഞേ, എമർജൻസി വാഹനങ്ങളൊക്കെ ഉണ്ടെങ്കിലും. മഴ തുടരുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. ഇപ്പോഴും കനത്ത മഴ തുടരുകയാണ്. ജാഗ്രതാ നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഇന്നലെ രാത്രി പുലർച്ചെ മുതൽ ആരംഭിച്ച മഴ ഇപ്പോഴും തുടരുകയാണ്. നിലവിൽ മലയോര മേഖലകളിൽ അനിഷ്ട സംഭവങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ശരി, ആസാദാണ് നമുക്ക് മലപ്പുറത്ത് നിന്ന് വാർത്തകൾ നൽകിയത്. ഇനി നമ്മൾ കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.